ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് എണീറ്റ് ആദ്യം തന്നെ ഒരു സങ്കടമായിട്ടുള്ളൊരു ന്യൂസാണ് കണ്ടത്. അപ്പോൾ റോസ രാവിലെ തന്നെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 3 ആഴ്ച മുമ്പ് തൃശ്ശൂർ നമ്മുടെ ഹാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ തൃശ്ശൂർ ശക്തനിൽ നമ്മൾ പോയപ്പോൾ അവിടെ സൈക്കിളിൽ ഞാൻ സന്തോഷിനെ കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റോസ രാവിലെ മെസ്സേജ് അയച്ചു, സന്തോഷേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്താ പറയുക, നിങ്ങൾക്ക് ഊഹിക്കാം എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്ന്. കാരണം അവസ്ഥ തന്നെ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഒരു മാസമായിട്ടില്ല പോയി കണ്ടിട്ടും. എനിക്ക് ഒരു ന്യൂ ഇയറിൻ്റെ എന്നാന്ന് തോന്നുന്നുണ്ട് ഇതായിരുന്നത്. അങ്ങനെ കണ്ട് സന്തോഷിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോവുകയും ഫോട്ടോസ് എടുക്കുകയും വിശേഷങ്ങൾ പറയുകയും കുറേ നാളുകളായിട്ട് കണ്ടതിന് ശേഷമുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര സങ്കടമായി. കാരണം ഓർക്കാപ്പുറത്തുള്ളൊരു അപകടമാണെന്നാണ് പറഞ്ഞത്. പട്ടാമ്പിയിൽ നിന്ന് അങ്ങോട്ട് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആലുവയിൽ വെച്ചൊരു ആക്സിഡൻ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഇനി എന്തെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിച്ച് ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ്. സൈക്കിളേറ്റ് ഇതിപ്പോൾ നമ്മുടെ കസ്തൂരി ഇപ്പോൾ നിങ്ങൾ തന്നെ 3 ആഴ്ച മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. കണ്ടമാനം കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, ആൻറ്റി ആ കാണിച്ച ആ പയ്യൻ ആ സന്തോഷമാണോ ഇത്, ആൻറ്റി പറഞ്ഞ സന്തോഷമല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അന്ന് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷം ഇങ്ങനെ നിൽക്കേണ്ട ഒരു ആളല്ല, കുറച്ചും കൂടി ഒരിതിലാണ് നമ്മളുടെ പ്രതീക്ഷ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ കേട്ടത് ഇങ്ങനത്തെ ഒരു വാർത്തയാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി. അപ്പോൾ എനിക്കാച്ചാൽ നമ്മൾ അവസാനം കണ്ടതാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത്. ഓടി വന്ന് സംസാരിച്ചതും എന്തോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. വൈഫാണ് ആ ഫോട്ടോയിലുള്ളത്, ബാക്കിൽ അമ്മച്ചിയാണ്. അമ്മച്ചീനെ നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയാം, മറ്റേ ഒരു മധുരക്കിനാവിൻ പടി വൈറലായതാണ്. അപ്പോൾ സന്തോഷിൻ്റെ നിർബന്ധപ്രകാരം അമ്മച്ചി വെറുതെ സ്റ്റേജിൽ കയറി കളിച്ചതാണ്. അപ്പോൾ അമ്മച്ചിയും പറയായിരുന്നു, ഇവൻ പറഞ്ഞുകൊണ്ട് ഞാൻ കളിച്ചു, ഇപ്പോൾ എന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ ഇവരുടെ ഫാമിലിയിലത്തെ മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ ഇതിൽ ഒട്ടുമിക്ക പേരും ഉള്ളത് ഈ ഒരു ടീമിൽ. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കത് എന്താ പറയുക, ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്നും കൂടി ഇത് തന്നെയാണ് ആൾ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവുക, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഞാൻ പറയുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള സമയത്ത് ആരെയാണ് വിളിക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നാണ് എനിക്ക് നമ്പർ തന്നത്, എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ തൽക്കാലം വിളിക്കില്ല. പക്ഷേ ആർട്ടിസ്റ്റുകളോട് ചോദിച്ച് വിവരങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു എന്താ പറയുക, വർഷങ്ങളായിട്ട് റോസയുടെയൊക്കെ കൂടെ, റോസ എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്ന് പോന്നിട്ട് തന്നെ ഇപ്പോൾ 16-17 വർഷമായി. പക്ഷേ അതിനു മുമ്പ് തൊട്ട് തന്നെ റോസ പ്രോഗ്രാംസിന് പോണ സമയത്ത് സന്തോഷമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവ്വേ ഷൺമുഖി, പിന്നെ നമ്മുടെ മറ്റേ അപൂർവ സഹോദരങ്ങളില്ലേ കമലഹാസൻ്റെ, അതൊക്കെയാണ് മെയിൻ ഐറ്റം. പിന്നെ സൈക്കിളിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ കസ്തൂരി എന്നുള്ള ഐറ്റം വരിക. അപ്പോൾ ഞങ്ങളുടെ കൂടെ താരോത്സവത്തിൽ കുറേ മാസങ്ങളോളം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് കുറേ പേര് പറഞ്ഞു, താരോത്സവത്തിൽ കണ്ട ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സന്തോഷം തന്നെയല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴൊക്കെ എനിക്കെന്താ പറയുക, ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തത്. അപ്പോൾ സന്തോഷിന് എന്താ പറയുക, സന്തോഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലെ മൊത്തം മൂഡ് ഓഫായി. അങ്ങനെ രാവിലെ എണീറ്റത്, പിന്നെ മൂഡ് ഓഫ് ആവാൻ നമ്മൾ വിചാരിച്ചാലും പറ്റാത്ത സാഹചര്യം നമ്മളുടെ ഈ വീട്ടിൽ. കാരണം എന്താ, തോമും പാച്ചും ഇവരിങ്ങനെ രാവിലെ ഇപ്പോൾ ഡോണൊക്കെ ഇങ്ങനെ ആ വിശേഷം കേട്ടിട്ട് ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ. കാരണം അവനാണ് സന്തോഷിനെ കണ്ടതും ഞങ്ങളെ കൊണ്ടുപോയതും സന്തോഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഡിവൈൻ മറ്റേ നൂലപ്പാണ് മോന്, ഇന്ന് നൂലപ്പം മതിയെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ തോമു ഇപ്പം മിടുക്കൻ കുട്ടിയാട്ടോ, എല്ലാ ഭക്ഷണവും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, നാടൻ പലഹാരങ്ങളൊക്കെ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് റീമോൾ മാമിനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മറ്റേ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. നൂലപ്പം മോന് വേണ്ടിയിട്ട് കൊടുത്തു. കാരണം ഡിവൈൻ തപ്പിയപ്പോൾ മറ്റേ അരിപ്പൊടി കണ്ടില്ല. അരിപ്പൊടി സംഭവം സ്റ്റോക്ക് ഉണ്ട്, ഡിവൈൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തോമുട്ടനുള്ള ഇതുണ്ടാക്കി, ബാക്കി ചപ്പാത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തോമുട്ടനെ ഇന്ന് വൈറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ഇന്ന് വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഷർട്ട് തൽക്കാലം ഇടിച്ചു,
പാച്ചു ഇതൊക്കെ മിസ് ചെയ്തു. പാച്ചു കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി മിസ് ചെയ്തു. പിന്നെ എന്തുട്ടാണ് 2 പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും മിസ് ചെയ്തു. പിന്നെ പോകേണ്ട സമയത്ത് പോകേണ്ട കാര്യങ്ങൾക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള പിന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളല്ലേ, അത് പിന്നേക്ക് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ശരിക്ക് സന്തോഷേട്ടൻ്റെ കുർബാന ചെല്ലിക്കണേനും അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായേനെ. പക്ഷെ അത് അത്ര പ്രാധാന്യമില്ലാത്തത് കൊണ്ട് കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാണ്ട് ഞങ്ങൾ പോയി അവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതിപ്പോൾ ഗേറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഡിവൈൻ പറയും വേണ്ട ശീലിപ്പിക്കേണ്ടതെന്ന്. പക്ഷേ ചാക്കോച്ചനെ അറിയാം, അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇറക്കും എന്നുള്ളതറിയാം. അപ്പോൾ അങ്ങനെ ഇറക്കി അപ്പോൾ മോനെയും കൊണ്ട് തോമോനെയും കൊണ്ട് ഇതാ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ തോമോ ചോദിക്കണമൊന്നുമില്ല പാച്ചു എവിടെ, എന്താ പാച്ചു വരാത്തതെന്നൊന്നും ചോദിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർ സാഹചര്യം അനുസരിച്ച് അവരെല്ലാം മനസ്സിലാക്കി പെരുമാറുന്നതാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഇത് കുറേ പേര് ചോദിച്ചായിരുന്നു. ഇന്നലെ ഡിംപിൾ കല്യാണത്തിന് പോയപ്പോൾ ഈ ഒരു സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടമാനം പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ഇതെന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ വില കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പേഴ്സണലി ചോദിച്ചവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റഡ് ഇടുന്നവർക്കാണെങ്കിൽ ഈ റിങ്ങിൻ്റെ അതേ ഷേപ്പിലുള്ള സ്റ്റഡ് ഉണ്ട്, അത് തന്നെ വളയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളയും കമ്മലും, ഈ കമ്മൽ കാണുമ്പോൾ ഇത് ചെറുപ്പം കുട്ടികൾക്കെല്ലാം ഇടാൻ പറ്റുള്ളൂ, പ്രായമായവർക്ക് പറ്റില്ല. പക്ഷെ മാല ഏത് പ്രായക്കാർക്കും ഇടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുമെങ്കിലും അത്ര വലിയ ഹെവിയൊന്നുമല്ല. കിടക്കണ ആ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ലക്ഷ്മിയുടെ മറ്റേ നഗാസിൻ്റെ പോലെയുള്ള മാലയാണ്. നല്ല എന്താ പറയുക, ഒരിക്കൽ ഇത് ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാണ്ട് ഭയങ്കര വിഷമമായ സംഭവം. ഇപ്പോൾ 2ാമത് റീസ്റ്റോക്ക് ചെയ്ത് വന്നതാണ്. പക്ഷെ നമ്മൾ വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അത് വന്നില്ലെങ്കിൽ അത് പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒറ്റയടിക്ക് വരില്ല എന്ന് പറയണത്. പക്ഷേ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർക്ക് തന്നെ വാങ്ങിക്കാമല്ലോ. അങ്ങനെ ഇത് നമ്മുടെ ആനവാലിൻ്റെ വള കണ്ടമാനം കുട്ടികൾക്ക് പോകുന്ന ഒരു വളയാണ് കേട്ടോ. ആനവാലിൻ്റെ വള, ഇത് ഇളക്കത്താലി, ഇതൊക്കെ പാർസൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയല്ലേ പതിവ്, രാവിലെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാറുണ്ടല്ലോ. അപ്പോൾ ഇത് ലാവൻഡറാണ്. ലാവൻഡർ ഒരു നെക്ലസ്സാണ്, പക്ഷെ അത് കുറച്ചും കൂടി നീളത്തിലിടാൻ വേണ്ടിയിട്ട് ബാക്ക് ചെയിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സെയിം കളർ വള, അതിൻ്റെ തന്നെ സ്റ്റഡ് ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ, ഒന്നും ഒറ്റയ്ക്കല്ല, സെറ്റല്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ കുഞ്ഞ് സ്റ്റഡും ഉണ്ട് വേണമെങ്കിൽ ലാവൻഡർ. അങ്ങനെ രാവിലത്തെ കഴിഞ്ഞ് അമ്മയും കയറണേ, എവിടെ അവനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ കയറിയത്. പക്ഷെ അവൻ ഡിവൈൻ ഉറക്കിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ അവർ വേഗം തന്നെ മടങ്ങി താഴേക്ക് വന്നു. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ്സിന് വേണ്ടി ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രം എടുക്കുക, ഇത് കണ്ടു കഴിഞ്ഞാൽ തോമു ആയാലും ചാക്കോച്ചനായാലും ഒരു സ്വസ്ഥത കൊടുക്കില്ല. അപ്പോൾ ഡിവൈൻ പറയുകയും ചെയ്യും, ഞാൻ ചോറിനണതും ഞാൻ ബിസിനസ്സിന് ഇരിക്കണതും ഈ പിള്ളേർക്ക് കണ്ടുകൂടാന്ന് പറയും. അവർ എങ്ങൂല്ലാത്ത വാശിയും കൊണ്ട് ആ സമയത്ത് അവർ വരും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇങ്ങോട്ട് കടന്നപ്പോൾ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കസേര കമത്തിയൊക്കെ ഇട്ട് കൊടുത്തത്, എങ്ങനെയെങ്കിലും കുറച്ച് നേരം അങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, മൂപ്പര് ഞാൻ ഇടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ എന്നോട് പറയും, എടുക്കണ്ട മമ്മി, വെറുതെ അവൻ്റെ വാശി നടത്തണ്ടെന്ന്. പക്ഷേ കുട്ടികൾ ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ, അപ്പോൾ എടുക്കാൻ പറഞ്ഞിട്ടല്ല, ഇഷ്ടം കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക എടുക്കൂട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട ഒക്കത്തിരുന്നിട്ട് ഒക്കത്തുമോനായിട്ടാണ് പോക്ക്. ഒക്കത്തിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പറയുക, ചോദിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് ഫോൺ വിളിക്കണം, അക്കീനെ വിളിക്കണം, വീഡിയോ കോൾ ചെയ്യണം. ഇതൊക്കെയാണ് മൂപ്പരുടെ ഡിമാൻഡ്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് തന്നെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളിക്കുക, പറയുക, ചുവട്ടിൽ വെച്ച് കൊണ്ട് നടക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ്. ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ അവന് എന്തും ആവാമല്ലോ. ഇതാണ് അവൻ്റെ മെയിൻ പണി. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങി ഓടലായിരുന്നു, ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ഫോണുമ്മയാണ് അവൻ്റെ മെയിൻ സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പോൾസേട്ടൻ്റെ കൂടെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അക്കിയുടെ കൂടെ ഇരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട് മൂപ്പര്. അങ്ങനെ അപ്പോൾ ഞാൻ മീൻ കറികൾ ഫ്രിഡ്ജിലുണ്ട് എങ്കിലും ഞാൻ വിചാരിച്ചു ഡിവൈൻ മീൻ വറുക്കാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാനായാലും, പക്ഷേ അവസാനിപ്പിച്ചത് ഡിവൈനാണ്. ഡോൺ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഡോൺ വരുമ്പോൾ തോമോനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അക്കിയോടുള്ള സംസാരമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡാഡിക്ക് വേഗം പാക്ക് ചെയ്യാനായിട്ട് മാലയും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണതാണ്. പക്ഷേ ഞാനത് ഓർത്തില്ല, നേരത്തെ നിങ്ങളെ കാണിച്ചു എന്നുള്ളത് ഓർക്കാണ്ട് ഞാൻ 2ാമത് എടുത്തതാണ് കേട്ടോ. അതോ എനിക്ക് തോന്നുന്നു വേറെ ഒരു കസ്റ്റമർക്ക് വേണ്ടി വീഡിയോ എടുത്ത് അയച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ലാവൻഡർ ചോദിച്ചിട്ട് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി നെക്ലസ് ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ള. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ലാച്ച, ഇപ്പോൾ കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഇടണോ അതിൻ്റെ കളർ. അപ്പോൾ ഈ ലാവൻഡർ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ലാവൻഡർ ഹെവി ആയിട്ടുള്ള സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ 2 ലെയറിൻ്റെ
നല്ലൊരു സിമ്പിൾ മാലയാണ്. നമ്മുടെ പിങ്കും മറ്റേ ഗ്രീനും കടന്നിട്ട് പിന്നെ റൂബിയുടെ സ്റ്റോൺസ് ആയിട്ടുള്ള. അപ്പോൾ ഇത് തന്നെ വളയും ഇത് തന്നെ കമ്മലും ഉണ്ട് സംഭവം. സെറ്റല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റാക്കി തരാവുന്ന പോലത്തെ സംഭവങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പീച്ചും ഗ്രീനും പേസ്റ്റൽ കളേഴ്സ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഒരിടയ്ക്ക് ഫുൾ അങ്ങനത്തെ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ തോമുട്ടൻ വന്നിട്ട് ദേ 2 പേരും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ തോമു എന്നോട് പറയാം, മമ്മി ഞാൻ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു നല്ലത്. അപ്പോൾ ഞാൻ പറയും ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയും. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചെറിയവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും ചാക്കോച്ചനും ഏകദേശം ഒരേ സ്വഭാവം കേട്ടോ. അവർക്ക് എന്താ കുറച്ചൊരു ചെറിയൊരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തോമുവിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇന്ന് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തോമു വേണ്ട, എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, അവരുടെ പോലെ ആവാക്ക്. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളിൻ്റെ മടിയിൽ തോമു ഇരുന്നാൽ പ്രശ്നം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അത് തന്നെ ചാക്കോച്ചനുണ്ട്. തോമുവിന് പിന്നെ അങ്ങനത്തെ ആ ഒരു കാര്യത്തിൽ തോമുവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആരെ എടുത്താലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനത്തെ വീണ്ടും 2ാം വട്ടം ടാറ്റ പറഞ്ഞ് പോവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇത്തവണ ശരിക്കും കിടന്നുറങ്ങി. അപ്പോൾ ഡിവൈനോട് ഞാൻ പറയും ഞങ്ങളെ കാത്തിരിക്കേണ്ട, ഫുഡ് തോമു വരണേന് മുമ്പ് കഴിച്ച് കഴിഞ്ഞ് നേരെ മുകളിൽ കയറാൻ പറയും. അപ്പോൾ ഇന്ന് അപ്പയും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോണും കഴിച്ചിട്ട് പോയി. ഇവരുടെ അമ്മയും മക്കളും കൂടി കയറണം കേട്ടോ. ഇനിയാണ് അവിടെ മുകളിലുള്ള അംഗം. കാരണം തോമുവിനെ ഉറക്കാനും പാടില്ല, ഇവനെ ഉറക്കുകയും വേണം. അതാണ് ടാസ്ക്, ഡിവൈനുള്ള ടാസ്ക് അതാണ്. അങ്ങനെ ഞാനും ഡാഡി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇറച്ചിയും കൂർക്കയും ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നല്ലോ എന്തൊക്കെയോ കോഴിയും കുമ്പളങ്ങിയും വെച്ചതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് മീൻ വറുത്തത് മാത്രമേ ഫ്രഷായിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ സമയം 3ആയി. നിങ്ങൾക്കറിയാമല്ലോ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം എങ്ങനെ വന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 3 മണിയാവും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ കാരണം എനിക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നും തോന്നാറില്ല. അതിപ്പോൾ ഞാൻ ഡാഡിക്കായാലും കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഉച്ചയായപ്പോൾ ഓർത്ത്, കർത്താവ് ഈ ഗുളികകളൊന്നും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ സാധാരണ മുമ്പ് ഞാൻ കിച്ചണിലാണ് വെച്ചിരുന്നത്. പിന്നെ ആരോ പറഞ്ഞു കിച്ചണിൽ അങ്ങനെ ഗുളിക വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, ആരും എന്ത് പറഞ്ഞാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ തിരുത്താലോ. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും പറയണ പോലെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയില്ലേ, നമ്മളത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കണ്ട. ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ബെഡ്റൂമിലാണ് ഇത് വെച്ചിരുന്നത് കേട്ടോ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ബെഡ്റൂമിൽ വെക്കുമ്പോൾ ഞാനത് മറന്നു പോവാണ്. രാവിലെ എണീറ്റ് അത് കഴിക്കാമെന്ന് വെക്കുമ്പോൾ നമ്മുടെ ചാക്കോച്ചനാണ് എന്നെ ആദ്യം തന്നെ എണീപ്പിച്ച് കൊണ്ടുവരിക. ആ കൊണ്ടുവരനോട് കൂടിയിട്ട് ഞാനത് അങ്ങോട്ട് മറക്കും. പിന്നെ കിച്ചണിലെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് ഉച്ചയാവുമ്പോഴാവും മിക്കവാറും ഞാൻ ഓർക്കാം. അപ്പോൾ ഞാൻ അത് മറക്കും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ കാണുന്നിടത്ത് വെക്കണ്ട, ഇതിൻ്റെ അകത്ത് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പകലെപ്പോഴെങ്കിലും നമുക്ക് ഓർമ്മ വരുമ്പോൾ കൂടി വന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് തൊട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കേട്ടോ. ഞാൻ അലമാരിയിൽ വെച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ എല്ലാ പിടുത്തത്തുമ്മി നിറച്ച് റബ്ബർ ബാൻഡുകൾ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം എടുത്ത് മറ്റേ ചെപ്പിലിട്ട് വെക്കണം എന്ന്. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഊരിയെടുത്തു. അപ്പോൾ നമുക്ക് അത് എല്ലായിടത്തും ഉണ്ടാകും, സ്വാഭാവികമാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഒന്നെങ്കിൽ വല്ല അലമാരിയുടെ മറ്റേ എന്താ പറയുക ബോൾ പോലത്തെ തിരിയുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വലിച്ചിടും, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ കതകിൻ്റെ മറ്റേ കുറ്റിയുടെ മുകളിലിടും. അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേടായിപ്പോവും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറയണ പോലെ ഒരു ബോട്ടിലിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിലേക്ക് അത് ഇട്ടിട്ട് ഒന്ന് കുലുക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ആ ചെപ്പ് തുറന്ന് ആവശ്യത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ചുള്ള റബ്ബർ ബാൻഡ് എടുക്കാമല്ലോ. കണ്ടില്ലേ എൻ്റെ എല്ലാത്തും ഈ നല്ല ഭംഗിയിൽ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ കണ്ട. ഇതാണ് നമ്മളുടെ എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരു ദിവസം ഞാൻ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുന്നുണ്ട്, ഇതുപോലെ ചെയ്താൽ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അതിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ. ഒരെണ്ണത്തിൽ മുഴുവൻ ബ്രെഡ് ഇങ്ങനെ പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് ഒരെണ്ണത്തിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നതാ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ചുവന്ന മൂടിയിൽ ചെറിയ ചെപ്പുണ്ടല്ലോ, അത് പറഞ്ഞ സംഭവമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗുളികകൾ എടുക്കുമ്പോൾ എപ്പോഴും അത് അപ്പാപ്പളത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ വെക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഷീറ്റുമെന്ന് ഇങ്ങനെ എടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ അപ്പാപ്പം എടുക്കണത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എൻ്റെ ഗുളിക ചെപ്പിൽ എപ്പോഴും ഒരു കത്രിക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിലായതുകൊണ്ട് ആ ചെപ്പിൽ ഞാൻ കത്രിക വെച്ചില്ല. ബാക്കി
ഇത് സാധാരണ കഴിക്കുന്ന മെഡിസിൻസ്, പനിയുടെ, വയറിളക്കത്തിൻ്റെ, ഛർദിയുടെ, ചുമയുടെ അങ്ങനെയുള്ള മെഡിസിൻസ് വേറൊരു ബോക്സിലുണ്ട്. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മേശപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മെഴുകൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതിനിപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ട് വേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ കത്തി കൊണ്ട് എങ്ങാനും ചിരണ്ടി കഴിഞ്ഞാൽ പാട് അവിടെ ചിലപ്പോൾ കെടുക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ അത് പിന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ സെക്ഷൻ ഒതുക്കി വന്ന് ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഗുളികകൾ കഴിഞ്ഞ് പിടിച്ച് വന്നപ്പോഴേക്കും മറ്റിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ ഇടയിൽ സോളാറിൻ്റെ നോക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇവിടെ ലൈൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അതിങ്ങനെ സ്പാർക്ക് ചെയ്ത് നമ്മളുടെ സോളാറിൻ്റെ ഇൻവെർട്ടർ കത്തിപ്പോയി ഇത്രേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പയ്യൻ വന്ന് പോയി ഒരു 10 ദിവസം വേണ്ടി വരും എന്ന് പറയേണ്ടത് ശരിയാക്കാൻ. അത് കഴിഞ്ഞ് വന്ന് പോയിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോൾ കറണ്ട് സ്വിച്ച് ബോർഡിലുണ്ട്, ഇങ്ങോട്ട് അകത്തേക്ക് അതിൻ്റെ കണക്ഷൻസ് ഒന്നും വരുന്നില്ല. അങ്ങനെ പിന്നെ അതിൽ മറ്റേ KCBന്ന് ആൾക്കാർ വന്നതാണ് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഡിവൈൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണികളിടാനായിട്ട് വന്നു. അപ്പോൾ കണ്ടീഷണർ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അത് ഒരു ചെറിയ ബോട്ടിലേക്ക് ഡാഡി എനിക്ക് ആക്കി തന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വെച്ചതിന് ശേഷം ഇതാണിപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ വെക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങേ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചാക്കോച്ചൻ വന്നിട്ട് അതെടുക്കണം. കാരണം ഇത് എപ്പോഴും അപകടം പിടിച്ച സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു ഒളിവും മറവിലിരിക്കട്ടെ വെച്ചിട്ട് ഇപ്പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ബോട്ടിലിൽ പകർത്തി. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാം എന്താണെന്നുള്ളത് പറയാം. ഇന്നേക്കിപ്പോൾ എനിക്ക് തോന്നുന്നു 5 ദിവസമൊക്കെ ആയി തോന്നുന്നുണ്ട്. നോക്കട്ടെ, എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സക്സസ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണികളിട്ട് അപ്പോൾ ഡിവൈൻ ഇത് കഴിയുമ്പോൾ വന്ന് തുണി തോരയിടാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയേക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പഴം കഴിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കാണാൻ ഭംഗിയുള്ളൂ, ഒരു കാര്യം ഉണ്ടായില്ല എന്ന്. പക്ഷേ ഇന്ന് അതല്ല കേട്ടോ, ഞാൻ തന്നെ അത് തിരുത്തി പറയാം. ഞാനത് എടുത്തപ്പോൾ പാകത്തിനുള്ള പഴുപ്പായിട്ടുണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല സൂപ്പർ പഴം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ എന്താ പറയുക എടുത്തു. കാരണം അതിൻ്റെ കുറ്റമല്ല, അതിന് പഴുക്കണതിന് മുമ്പ് അതിനെ ഉരിഞ്ഞെടുത്തില്ലേ, അതിൻ്റെ ദോഷമാണ്. നമ്മളുടെ കയ്യിലാണ് തെറ്റ്. നല്ലോണം പഴുക്കാനായിട്ട് അനുവദിക്കാണ്ട് അത് പൊട്ടയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനത് തിരുത്തി പറയാം കേട്ടോ. സൂപ്പർ പഴമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ 2 എണ്ണം ബാക്കിയുണ്ട്. ഇപ്പോൾ രാത്രി ആയപ്പോഴേക്കും ഞാൻ 1 എണ്ണം കൂടി കഴിച്ചു. അങ്ങനെ ഞാൻ ചായയൊക്കെ വെച്ച് സമയം 5 ആവണു. അപ്പം ഞാൻ ഡാഡിക്ക് പുറത്തേക്ക് പറയാം. അപ്പം ഞാൻ വേഗം ചായ വെച്ചു. അപ്പം ഞാൻ ചായ വെക്കുന്നതോട് കൂടിയിട്ട് ഞാനൊരു കുഴലപ്പം എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുഴലപ്പം ആകുമ്പോൾ ഷുഗറും ഇല്ല, എണ്ണ ഉണ്ടാവും എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ എണ്ണയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലർ പറയും എണ്ണ പലഹാരം അങ്ങനെ അധികം കഴിക്കരുതെന്ന്. ഇതിപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ പോൾസൺ പേപ്പറിൻ്റെ അവിടെ പോയപ്പോൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അവിടെ പോൾസൺ പേപ്പറിന് ഇട്ടിട്ട് എന്താ പറയുക, ഇട്ട് കളിപ്പിക്കലും ഇടി കുത്തും ബഹളമൊക്കെയാണ്. അപ്പം ഞാൻ പറയും ബെന്നൂട്ടൻ കാണണ്ട ഇവിടുത്തെ കളിയും ബഹളമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇവനെപ്പോഴും ചോദിക്കും അക്കി എവിടെ, അല്ലെങ്കിൽ പേപ്പൻ എവിടെ, അല്ലെങ്കിൽ വസന്തേച്ച് കൈയടിക്കണ പോലെ അക്കി നടക്കണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് അവിടെ 2 ദിവസം മുമ്പ് പോയപ്പോൾ അവിടെ പേപ്പനും മോനും കൂടി കളിക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ സേവ് ചെയ്ത് വന്നപ്പോഴാണ് അത് വന്നേക്കണത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കാടമുട്ട ഞാൻ വിചാരിച്ചു കുറച്ച് പുഴുങ്ങി വയ്ക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് കാടമുട്ട മെയിനായിട്ട്. കുട്ടികൾക്ക് നല്ല കേട്ടോ. സാധാരണ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് കണ്ടറിയാം, നമ്മൾ കാടമുട്ട പുഴുങ്ങി അത് വെറുതെ മറ്റേ വെളിച്ചെണ്ണയിൽ കുറച്ച് കുത്തിപ്പൊടിയും വേപ്പിലയും ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ പിള്ളേർസിന് കൊടുക്കാം. അതായത് ചാക്കോച്ചന് സാധാരണ മുട്ട കൊടുക്കാറില്ല. ഇതാവുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ എടുത്തിട്ട് പുഴുങ്ങിയത്. അവനും പിന്നെ ബാക്കിയുള്ള നമുക്കും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവന് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. അവൻ കടിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. അവന് എന്തോ ഇഷ്ടമായില്ല. പുഴുങ്ങിയതായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവന് വിചാരിച്ച പോലെ കഴിക്കാൻ പറ്റിയില്ല. തോമോ 2 എണ്ണം കഴിച്ചു തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ തിന്നേണ്ടി വന്നു കേട്ടോ. ഡിമ്പിളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ചെയ്തത് അവർക്കുള്ള ചോറും കറികളും, പഴയ കറികളും, ചോറ് റേഷനരി ഞാൻ പറഞ്ഞല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പട്ടികൾക്ക് രാത്രിയിലേക്കുള്ള ഇറച്ചി മാറ്റി വെച്ചു. അപ്പോഴേക്കും വീക്കെയറിൽ നിന്ന് മറ്റേ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഹോം ഡെലിവറിയാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചു. അപ്പോഴേക്കും ഡാഡി എണീറ്റു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കിടക്കണത്. അപ്പോഴും എൻ്റെ പാത്രങ്ങൾ മുഴുവൻ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ എത്ര പേരാണ് നിങ്ങൾ വന്നേന്ന് നോക്കിയേ. ആദ്യം വന്നു സോളാറിൻ്റെ ആൾ, അത് കഴിഞ്ഞ് KSBന്ന് വന്നു, പിന്നെ പോസ്റ്റ്മാൻ വന്നു, അത് കഴിഞ്ഞിട്ട് കൊറിയർ വന്നു. അങ്ങനെ ഇടയ്ക്ക് ഓരോരുത്തർ വരുമ്പോൾ ഈ ഗേറ്റ് വരെ ഓർഡർ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പണി തുടങ്ങി വെച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് ഓർഡറിലാണ് പണിയിട്ടാം.
അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നാൽ ഇവിടുത്തെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കാരണം ഞാൻ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് അല്ലെങ്കിൽ പാക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ ഡാഡിക്ക് അത് പാക്ക് ചെയ്ത് ഡാഡീൻ്റെ പണിയെങ്കിലും അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ 2.8 വരുന്ന വളകൾ എല്ലാ സൈസും വരും, ഇതല്ല കേട്ടോ മറ്റത്. അങ്ങനെ ഡാഡിയുടെ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വൈകുന്നേരം ഇപ്പോൾ ഡിവൈൻ രാത്രിയിലേക്ക് ചിക്കനും ചപ്പാത്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവരാരും എല്ല് കഷ്ണങ്ങൾ കഴിക്കില്ല. അപ്പോൾ എനിക്കും ഡോണിനും വേണ്ടിയിട്ട് വെറുതെ മിളകിട്ടിട്ട് തന്നതാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് തിന്നോടുകൂടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ വയറ് ഡമ്മായി. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഞാനും ഡോണും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്രിസ്റ്റലിൻ്റെ മാലകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയറിയാം, 2 വശത്തും ഇങ്ങനെ കെട്ടിയിട്ടുള്ള ടൈപ്പാണ്. ഇത് 3 മണി ഉണ്ടോ, 3 പച്ചമണി 3 ഗോൾഡ് മണി അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 പിടി 8 പിടി 10 പിടി ഞാൻ സാധാരണ പറയുന്ന പോലെ എല്ലാത്തിലും കിട്ടും. പിന്നെ 2 ലെയറും ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ പച്ച ഭയങ്കര ഡിമാൻഡായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആവശ്യക്കാർക്ക് ആദ്യം വരുന്നവർക്ക് ആദ്യം തരാം കേട്ടോ ഞാൻ. അങ്ങനെ ഇത് 2 പാറ്റേൺ. അപ്പോൾ ഞാൻ ആദ്യം മൊത്തം പച്ച മാത്രമാണ് എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്കായാലും ഫോട്ടോ എടുക്കുമ്പോഴും പറയാനും ആകുമ്പോൾ ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് ഇങ്ങനെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വേറൊരു തരം പച്ച, നല്ല എന്താ പറയുക ജെയ്ഡിൻ്റെ പച്ച എന്നൊക്കെ പറയില്ലേ, റൂബി ജെയ്ഡ് കൂടെ ഉണ്ടാവുന്ന ആ ഒരു പച്ചയാണ് കേട്ടോ, കടുത്ത ഒരു പച്ച. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അത് വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ്. 3 മണി, അതിൻ്റെ കഴിഞ്ഞിട്ടൊരു ഗോൾഡൻ മണി, അങ്ങനെ വീണ്ടും 3 മണി, അങ്ങനെ വളരെ നേരിയ ഒരു മാല. നേരിയതല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാല. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മളുടെ പച്ചയിലുള്ളത്. ഇനിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതെന്ന് പറയാമല്ലോ. ഇത് വേറൊരു തരം പച്ചയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മളുടെ സൂഫി വളയിലുണ്ടായിരുന്നില്ല ഒരു നല്ല തരം പച്ച, ആ പച്ചയാണിത് കേട്ടോ. ഒരു പ്രത്യേക പച്ചയായിരിക്കും, എന്ത് പച്ചയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ നല്ല, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരു പീക്കോക്ക് ഗ്രീൻ അങ്ങനത്തെ ഒരു കളറാണത്. അപ്പോൾ അതിൻ്റെ തന്നെ ഇത് ഡബിൾ ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സിംഗിൾ ലെയർ വേണമെങ്കിൽ ഡബിൾ ലെയർ ചിലർ പാദസരത്തിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പച്ച ഭയങ്കര ഇഷ്ടമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ മാല പറ്റും. അപ്പോൾ പിന്നെ 6 പിടി 8 പിടി 10 പിടി നിങ്ങൾക്കറിയാമല്ലോ. അതിപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ട, പക്ഷേ ഞാനിത് എപ്പോഴും പറയണത് എന്താ വെച്ചാൽ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതിനെക്കുറിച്ച് കേൾക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ പിന്നെ അവർ ഇതെങ്ങനെയാണാവോ ഏതാണാവോ എന്ന് ചോദിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും പച്ചയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ 3-4 തരം പച്ച കണ്ടു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റെഡും വൈറ്റും ഗ്രീനും മാത്രം കണ്ടു. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ കെട്ടില്ല, അതിൻ്റെയാണ് ആ വ്യത്യാസം കാണുന്നത് കേട്ടോ. മറ്റേത് ക്രിസ്റ്റലിൻ്റെ നമ്മളുടെ കയ്യിൽ വേറെ പാറ്റേൺ ഉണ്ട്, നിറച്ച് കെട്ടുകളായിട്ടുള്ളത്. പിന്നെ ഇത് ബ്ലാക്ക്, ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട ടൈപ്പ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ പാദസരത്തിന് നല്ലോണം പോകുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. പാദസരം നല്ലോണം പോകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 6 പിടി 8 പിടിയും പോകാറുണ്ട്. 10 പിടി ഇങ്ങനെ അധികം ഇത് പോകാറില്ല. കുറേ നീളത്തിലൊക്കെ എടുക്കുമ്പോൾ അത് ഇത്തിരി ഭംഗി കുറവാണ്, അതുകൊണ്ട് 10 പിടി അങ്ങനെ പോകാറില്ല. 8 പിടിയും 6 പിടിയും പിന്നെ പാദസരവും നന്നായി പോകാറുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഉള്ളത് ബാക്കിൽ ചെയിൻ വെച്ചിട്ടും വരുന്നുണ്ട്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല. അതായത് ഇതിപ്പോൾ ഫുൾ ഇങ്ങനെയാണെങ്കിൽ മറ്റേതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാഫ് ഈ ക്രിസ്റ്റലിൻ്റെയും ബാക്കി ബാക്കിൽ ചെയിനും നെക്ലസ് പോലെ ഇടാവുന്ന പോലെ, നെക്ലസ് പോലെയല്ല 6 പിടി മാല ഇടുന്ന പോലെ ഇത്തിരി കുറച്ചൊരു ഇറക്കത്തിൽ എന്നാൽ ഫുള്ളൽ ആവാണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് ഒരു തരം ബ്ലാക്കാണ്, ഒരു എന്ത് ബ്ലാക്ക് എന്നാ പറയുക, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഡബിൾ ലെയറാണ് കണ്ടോ, ഡബിൾ ലെയറാണ്. നല്ല രസമുള്ളൊരു മാലയാണ്, നല്ല തരം പച്ചയാണ്. അപ്പോൾ പച്ച മുഴുവൻ നിങ്ങൾ കണ്ടു, കറുപ്പും കണ്ടു. ഇനിയിപ്പോൾ അടുത്ത കളറ് കാണിക്കുമ്പോഴേക്കും ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പിള്ളേർസ് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിതൊക്കെ എടുക്കുന്നത്. അപ്പോൾ 2 ആളും കൂടി വണ്ടിയുമേ ഉള്ള കളിയാണ് കേട്ടോ. പാച്ചു എങ്ങനെയാണ്, ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുൻ്റെയും പാച്ചുവിൻ്റെയും കളി കണ്ടിട്ട് ഇപ്പോൾ ഐസ്ക്രീം ഷോപ്പാണ്. അപ്പോൾ ഐസ്ക്രീം വേണം, അവൻ്റെ ഭാഷയിൽ ഐസ്ക്രീം വേണം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് കയ്യിൽ വെച്ച് തരാം, തിന്നോന്ന് പറയുക. നമ്മൾ താങ്ക് യു പറയുമ്പോൾ അവൻ്റെ ഭാഷയിൽ വെൽക്കം പറയുക. ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പുതിയ കളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും തോമും പാച്ചും കൂടിയിട്ട് ഇവിടെ നിന്ന് കളിക്കുന്നത്. അപ്പം ഞാൻ അമ്മാമ്മയ്ക്ക് ഐസ്ക്രീം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് ഇതേ ഐസ്ക്രീം താഴ്ത്തുനിന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് തരിക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ താങ്ക് യു പറയുമ്പോൾ വെൽക്കം പറയുക. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കാണാൻ രസമുള്ള കളികൾ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ
ഈ ടേബിളും ഇരുന്നിട്ടാണ് എൻ്റെ പണികൾ. അപ്പോൾ ഇവരെ എല്ലാവരും എൻ്റെ കൺവെട്ടത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണതും എനിക്ക് കാണാം. അപ്പോൾ ഡിവൈൻ കിച്ചണിൽ ആയാൽ പോലും എൻ്റെ ശ്രദ്ധയുണ്ടാവും. അപ്പുറത്തെ ഡാഡിയും ഡോണും ടി വിയുടെ അവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ അതിൻ്റെ കളിയാണ് കേട്ടോ. അപ്പോൾ അക്കീരോടെ പോയിട്ട് വരുമ്പോൾ ഇഡ്ഡലി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ ആക്കിയിട്ട് കളിക്കണ കാണാം. ഇതിപ്പോൾ ചേട്ടന്മാരുടെ ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. പിന്നെ പിസ്സ ഷോപ്പ്, അങ്ങനെ ഇവരൊക്കെ പിസ്സയും ഐസ്ക്രീം ഷോപ്പുകളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡയാന റോമയും കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അവർ ഫുൾ ടൈം ഇങ്ങനത്തെ ഓരോ കളികൾ കളിക്കും. ആ സമയം കൊണ്ട് ഇതാ ഡിവൈൻ പറഞ്ഞു ചപ്പാത്തിയും കറി റെഡി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് കഴിച്ചിട്ടാവാം മമ്മി, അപ്പോൾ അവർക്ക് കിടക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെ അവിടെ ശരി. സത്യം പറയാം എനിക്ക് വിശക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഞാൻ ആ ചിക്കൻ്റെ കഴിച്ചല്ലോ. എന്നാലും പിന്നെ ആ പരിപാടി കഴിക്കാൻ വെച്ചിട്ട് ഞാൻ ഒരു ചപ്പാത്തിയും ഒരു പീസ് ചിക്കൻ, ചെറിയൊരു പീസ് ചിക്കനും കൂടി കഴിച്ചു എന്ന് വരുത്തിയെന്ന് തന്നെ പറയാം. കരുത്തിയിട്ട് കഴിച്ച് എന്താ പറയുക, ഞങ്ങളുടെ പരിപാടികളെ അവസാനിപ്പിക്കാൻ പട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം ചാക്കോച്ചനെയും തോമൂനെയും കൊണ്ട് പട്ടികളുടെ അടുത്തൊന്ന് പോയി കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാവാം. ഞാൻ രാത്രിയിലാണ് കേട്ടോ സാധാരണ കുളിക്കുക. കുറേ പേര് പറയും നീരിറങ്ങുമെന്നൊക്കെ പറയും, പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ രാത്രി കിടക്കുന്ന സമയത്താണ് കുളിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ പുരട്ടി, ഞാൻ ജാനീസിൻ്റെ എണ്ണയാണല്ലോ ഇപ്പോൾ പുരട്ടണത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ പുരട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡിവൈൻ ഇവിടെ റോബോട്ടിൽ ഇറക്കിയിടാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കിയിട്ടിട്ട് ഡിവൈൻ പോയി. റോബോട്ട് അതിൻ്റെ പണി കഴിയുമ്പോൾ തന്നെ കയറിക്കോളൂല്ലോ. നിങ്ങളിപ്പോൾ കുറേ പ്രാവശ്യം കണ്ടിട്ടില്ലല്ലേ, കുറേ പേര് ചോദിക്കണതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോബോട്ട് ഇങ്ങനെ പോണത് കാണിക്കുന്നത്. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇനി ഒരു ദിവസം ഞാൻ ഡിവൈനോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 10 ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അടുക്കളയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡാഡി കിടക്കാൻ പോയി, ഡോണും ഡിവൈനും കുട്ടികളും പോയി. ഡിമ്പിൾ പിന്നെ മുനമ്പത്താണല്ലോ, ഞാൻ അറിയാണ്ട് അങ്ങനെ സ്ഥിരം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയതാട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, കാരണം കുറേ ആയി അത് എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ അധികമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോറടിക്കും. പക്ഷേ എനിക്കൊരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാണ്ട് കിടന്നാൽ നാളെ എനിക്ക് ഇരട്ടിപ്പണിയാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി എടുത്തു കഴിഞ്ഞിട്ട് ആ ബോക്സ് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ക്രിസ്റ്റലാണ്, ഭയങ്കര ഭംഗിയാട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു സാരിയുടെ കൂടെ ആയാലും ചുരിദാറിൻ്റെ കൂടെ ആയാലും കെട്ടിയിട്ടുള്ള കല്ലാണ്, നല്ല കല്ലാണ് കേട്ടോ, ക്രിസ്റ്റലിൻ്റെ നല്ല കല്ലാണ്. അപ്പോൾ ഡംബൽസ് പാറ്റേണാണ്, എന്നാൽ ഓവർ സൈസും ഇല്ല, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇത് തന്നെ ഡബിൾ ലെയറും വരുന്നുണ്ട്. അതായത് ഒരു ലെയർ കുറച്ച് മുകളിലും മറ്റേ ലെയർ കുറച്ച് താഴെയിട്ട്, അങ്ങനെയാണ് ഡബിൾ ലെയർ വരുന്നത്. ചില ഡബിൾ ലെയർ ഒന്നിച്ച് കിടക്കും, അതാണ് ഞാൻ തിരിച്ച് പറഞ്ഞത് കേട്ടോ. ഒന്ന് കുറച്ച് മുകളിലും ഒന്ന് കുറച്ച് താഴെ എന്ന് പറഞ്ഞത്. നല്ല മാലയാണ് ഇത്, അതിൻ്റെ കെട്ടില്ലാത്ത മാല. കണ്ടു വ്യത്യാസം കണ്ടു? ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ കുട്ടികൾക്ക് അരഞ്ഞാണില്ലാത്ത പോലെ എന്ന് പറയില്ലേ, അതുപോലെയുള്ള കാഴ്ച. ഇങ്ങനെ മറ്റേതിനൊരു ഫിനിഷിംഗ് ഉണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ വിലയ്ക്കും അതിൻ്റേതായ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളയാണത്, കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഒന്നൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്, മറ്റേത് പ്ലെയിൻ വൈറ്റായിട്ട് തോന്നുന്നത് ഈ ഗോൾഡൻ കെട്ടുകളില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ തന്നെ റെഡ് കണ്ടോ, ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞതാണ്. ഇത് റെഡും ഈ പറയണം 2 ലെയറാണിത്, സിംഗിൾ ലെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡ്. അപ്പോൾ ഇങ്ങനത്തേൽ ഇപ്പോൾ റെഡും ബ്ലാക്കും വൈറ്റും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബ്ലാക്ക് കഴിഞ്ഞു, റെഡും എന്താ പറയുക വൈറ്റും ഉണ്ട് കേട്ടോ. വൈറ്റ് നല്ലതാട്ടോ, ഞാൻ റെഡിനേക്കാളും കുറച്ച് റെഡ് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ആയതുകൊണ്ട് അതിനൊരു ചെറിയൊരു തിളക്കം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ തന്നെ വേറെ പാറ്റേണാണ്, റെഡും ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളത്. ഇത് നമ്മൾ ബ്ലാക്ക് കണ്ടില്ലേ, ആ ബ്ലാക്ക് കണ്ടതിൻ്റെ ബ്ലൂ ആണ്. ഈ ബ്ലൂ ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ്. ലക്കി സ്റ്റോൺ ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ട്, ബ്ലൂ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര്, ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, ബ്ലൂ കണ്ടമാനം പേര് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ റെഡാണ് കേട്ടോ. അപ്പോൾ റെഡും ബ്ലാക്കും ബ്ലൂ ആണ് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ ബാക്കിയുള്ളത്. ഒരു കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റോക്കിൽ ഇതേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു വരവ് വരും, പിന്നെ അത് കിട്ടാനുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു 3 കളർ മാത്രമാണ് നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്റ്റലിൻ്റെ എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ കുറേ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം, എല്ലാം കൂടി കാണിച്ചാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ലവ് ഷേപ്പുള്ള ക്രിസ്റ്റലിൻ്റെ മാല, നല്ല കട്ടിയുള്ളതാണ്, നേരത്തെ കണ്ട പോലെയൊന്നുമല്ല. ഇത് ഭയങ്കര കനാണ്, ഓരോ മണികളും ഇങ്ങനെ പുറത്ത് കൂടെ ഫുൾ കെട്ടിയിട്ടുള്ള ടൈപ്പ് മാലയാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഇത് വെറുതെ റൗണ്ടാണ്. നമ്മുടെ കയ്യിൽ ഓവൽ കുറേ ഉണ്ടായിരുന്നു. കുറേ കണ്ടമാനം പേര് ഓവൽ ഷേപ്പ് കൊണ്ടുപോയിട്ട് പാദസരമായിട്ടും ബ്രേസ്ലെറ്റായിട്ടും മാലയായിട്ടും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 6 പിടി 8 പിടി 10 പിടി പിന്നെ ഡബിൾ ലെയർ വേണമെങ്കിൽ അത് പാദസരം ബ്രേസ്ലെറ്റ് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിൻ്റെ തന്നെ സ്ക്വയറാണിത്. സ്ക്വയറും ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പീസ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റ പീസ് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈയോടെ പറഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാണ് സ്റ്റോക്ക് ചിലപ്പോൾ വിചാരിച്ചേക്കാളും മുമ്പ് വരും. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ കണ്ടമാനം പേര് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. അത് ഓരോ ബട്ടർഫ്ലൈക്കും ഓരോ കളറുകളാണ്. ഇതിങ്ങനെ ഇപ്പോഴും ഇഷ്ടംപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഇതുവരെ കണ്ടതൊക്കെ 2, 3 ആണെങ്കിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര എണ്ണം ഓർഡർ എടുത്ത സംഭവമാണ് ഇതുള്ളത്. അത്രയധികം ഉണ്ട്. അത്രയും ഓർഡർ ഉണ്ട്. കാരണം ഇതിൻ്റെ ബ്രേസ്ലെറ്റിന് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ബട്ടർഫ്ലൈകൾ മാത്രം കൈമ ചുറ്റിക്കെടുക്കുമ്പോൾ അത് തന്നെ പാദസരം. ഇതും ആ പറഞ്ഞ പോലെ തന്നെ സാധാരണ മറ്റേ ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ഇതും ഈ പറഞ്ഞ പോലെ പാദസരത്തിന് കണ്ടമാനം കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പാദസരത്തിനാണ് എനിക്ക് തോന്നുന്നു കുറേ കൊണ്ടുപോയിട്ടുള്ള പാദസരം ബ്രേസ്ലെറ്റ് 6 പിടി 8 പിടിയും 10 പിടിയും ഇത്തിരി കുറവാണ്. എന്നാലും 8 പിടിക്കും നല്ലതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ. ഇനി ഈ 2 എണ്ണത്തിന് ഫുൾ ഷോർട്ട് ചെയിനുകളാണ്. അതായത് ഒരു നേരിയ മാലയമ നിറച്ച് ക്രിസ്റ്റൽ അങ്ങനെയുള്ള കുറേ പാറ്റേണുകളാണ് ഈ 2 ബോക്സിലും. എനിക്ക് തോന്നുന്നു ഒരു 15-20 വീതമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നേരം വെളുക്കും, എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറൊരു ദിവസത്തേക്ക് വെക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം 11:05. അപ്പോൾ അരമണിക്കൂർ എടുത്തു ഞാൻ അത്രയും ഒരു 4, 5, 6 കാണിക്കാനായിട്ട്. മറ്റേത് ഞാൻ ഊണ് കഴിക്കണതിൻ്റെ മുമ്പ് എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ശരിയാവില്ല. പിന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ എടുത്ത് വെക്കണം. അതൊക്കെ എഴുതി വെക്കും ഞാൻ. പിന്നെ നാളെ ഡാഡി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന സമയം പ്ലസ് 1 മണിക്കൂറും കൂടി എനിക്കെടുക്കും ഞാൻ കിടക്കാൻ. പിന്നെ എനിക്ക് കുളിക്കണം, ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ വീഡിയോ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു ദിവസം. നേരം വെളുത്ത് കേട്ടത് സന്തോഷിൻ്റെ മരണമാണ്. അപ്പോൾ എന്താ പറയുക അവരുടെ കുടുംബത്തിന് അതൊക്കെ സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ തമ്പുരാനെന്ന് പ്രാർത്ഥിക്കാം. ഒരു മോനും ഒരു മോളാണ് കേട്ടോ. ഞങ്ങളന്ന് മകനെ മാത്രമേ കണ്ടുള്ളൂ, മോളെ കണ്ടിട്ടില്ല. പക്ഷേ താരോത്സവത്തിൻ്റെ ലൊക്കേഷനിൽ അമ്മച്ചി മക്കളെയും കൊണ്ട് വരാറുണ്ട്. കുറേ ടീമുകളുടെ കൂടെ അവർ പെർഫോം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മക്കളെ കുഞ്ഞിലേ അറിയാം. വലുതായപ്പോൾ ഞാൻ മോനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സന്തോഷിൻ്റെ അമ്മച്ചി. പിന്നെ സന്തോഷിൻ്റെ വൈഫാണ് ആ ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക ഭയങ്കര ആ ചിരിച്ച മുഖമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അവസാന നിമിഷം കണ്ടത്. പക്ഷെ എനിക്ക് ഈ ഫോട്ടോ എനിക്ക് എന്തോ ഭയങ്കര സങ്കടം, അവൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമുള്ളൊരു ഫോട്ടോ. എന്തു തന്നെയായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ സന്തോഷിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക്